മേഘ, നമ്മൾ വടകരയും കണ്ണൂരും കടന്ന് നമുക്ക് ആലപ്പുഴയിലേക്ക് നോക്കിയാൽ അവിടെ ജി സുധാകരനും എച്ച് സലാമും തമ്മിലുള്ള ആ ഒരു തർക്കം രൂക്ഷമായി വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ആ ഒരു ഫണ്ട് പിരിവുണ്ടല്ലോ, അതിൽ ജി സുധാകരനെ കുറ്റക്കാരനാക്കാൻ എച്ച് സലാമും അല്ലെങ്കിൽ ആരോപണത്തിന് തിരിച്ച മറുപടിയുമായി ജി സുധാകരൻ കളം നിറയുകയാണ്. അതെ, എച്ച് സലാം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പേരിൽ പിരിച്ച പണത്തിന്റെ കണക്ക് വെച്ചിട്ട് താൻ സംസാരിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എനിക്ക് ചോദിക്കാൻ തോന്നിയത്, ആദ്യം ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചോദ്യം എന്ന് പറയുമ്പോൾ, CPM-ൽ നിൽക്കുമ്പോൾ ഈ ചെയ്തതൊന്നും തെറ്റായിരുന്നില്ലേ? ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണോ ഇത് തെറ്റാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് സഖാക്കളെ കണ്ടിരുന്നു. എൻ്റെ വളരെ പേഴ്സണൽ സ്പേസിൽ, ലൈക്ക് പുറത്ത് എൻ്റെ പേഴ്സണൽ ടൈമിൽ ഞാൻ കണ്ട സഖാക്കൾ എന്ന് പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളാണ്, ഒരു സഖാക്കളും കൂടിയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ചോദ്യമാണ്, ഈ 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് കണ്ടെത്തിയത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ്. ഈ ജംഗ്ഷൻ മുതൽ അടുത്ത ജംഗ്ഷൻ വരെ 1.5 കിലോമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുകയാണ്, 1.5 കിലോമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ 1.5 കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മളിങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്ക് ഒരു 10 വ്യവസായ സ്ഥാപനങ്ങളെങ്കിലും ഉണ്ടാകും. ബിസിനസ് സ്ഥാപനങ്ങൾ, അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, അതുപോലുള്ള കടകൾ ഉണ്ടാകും, ടെക്സ്റ്റൈൽസ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും, ചെറുതും വലുതുമായ സംഭവങ്ങൾ ഉണ്ടാകും. ഇവിടെ നിന്നെല്ലാം ഒരു 2 മുതൽ 3 ലക്ഷം രൂപ വരെ വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഓരോ മണ്ഡലത്തിന്റെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന 1.5 കിലോമീറ്റർ നീളത്തിൽ 10 കടകൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 20 മുതൽ 30 ലക്ഷം രൂപ വരെ ആകാം. ഇതിൽ ഇവിടെ ഇരിക്കുന്നത് ഭീമ ജ്വല്ലറി പോലെ അല്ലെങ്കിൽ ജോസ്കോ ജ്വല്ലറി പോലെ വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ എത്ര ലക്ഷം വരെ പോകാമായിരിക്കും. ഇതാണ് ഈ കളക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ പപ്പ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. അപ്പോൾ വീട്ടില് ഈ പറഞ്ഞ എൻ്റെ പപ്പ ഇടതുപക്ഷ അനുഭാവിയാണ്, പക്ഷെ എൻ്റെ അമ്മ കോൺഗ്രസ്സുകാരിയാണ്. അതുപോലെ എൻ്റെ അമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ് ബേസ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് പിരിവിന് വരാറുണ്ട്, കോൺഗ്രസ്സുകാർ പിരിവിന് വരാറുണ്ട്. എല്ലാവർക്കും പൈസ കൊടുക്കും, അതൊന്നാമത്തെ കാര്യം. ഈ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് എഴുതി വാങ്ങിക്കും, ഇത്ര പണം എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഈ ഒരു സംഘടനാ ലെവലിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും 500 രൂപ മുതൽ 5000 രൂപ വരെ കിട്ടുമായിരിക്കും. ഒരു ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷങ്ങളും കിട്ടുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പിരിച്ചെടുക്കുന്ന പണത്തെ പറ്റി പാർട്ടിക്കുള്ളിലെ എല്ലാവർക്കും ഒരു ഗ്രാഹ്യമുണ്ട്. അതായത് ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ നിന്ന് കിട്ടാൻ പോകുന്നത് 30-40 ലക്ഷം രൂപയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാർട്ടിയിൽ നിന്ന് ഇങ്ങനെയാണ് പിരിവ് നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ എച്ച് സലാമിന് ഇതിനെപ്പറ്റി കൃത്യമായ ഗ്രാഹ്യം ഉണ്ടാകുമല്ലോ. അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ജി സുധാകരൻ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കെവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? ഇപ്പോൾ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം UDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണോ? അപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോൾ മത്സരിച്ച കാര്യത്തെ പറ്റിയാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. അന്ന് ഇതിന് കണക്കുണ്ടായിരുന്നില്ലേ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയൂടെ? അന്ന് ജി സുധാകരനോട് എന്തുകൊണ്ട് പാർട്ടി കണക്ക് ചോദിച്ചില്ല? അപ്പോൾ 140 മണ്ഡലങ്ങളിലും ഓരോ LDF സ്ഥാനാർത്ഥിയും പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് പാർട്ടിക്കുള്ളിൽ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിച്ചൂടെ? അപ്പോൾ നമ്മുടെ സംഘടനയ്ക്ക് അകത്ത് നിൽക്കുമ്പോൾ ഞാനും ഒപ്പിനും സുഭദ്രയും തീരുമാനിക്കും, ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ളൊരു നയമാണോ ഉള്ളത്? അപ്പോൾ ഒട്ടും സംഘടനാ തലത്തിൽ ഒട്ടും പക്വതയില്ലാത്തൊരു പാർട്ടിയാണ് CPM എന്ന് തിരിച്ച് നമ്മൾ ചോദിക്കേണ്ടി വരും. ഇപ്പൊ എച്ച് സലാം ചെയ്യുന്നത് ജി സുധാകരന്റെ മുഖത്ത് കരിവാരി തേക്കുകയല്ല, പാർട്ടിയെ മുഴുവൻ ഈ പറഞ്ഞ ചെളിയിൽ മുക്കിയെടുക്കുന്ന പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും താറടിച്ച് നാറി നിലംപരിശായെന്ന് വേണം പറയാൻ ഇപ്പൊ ഈ ഒരു സലാമിന്റെ ഇടപെടൽ കാരണം. അതെ, ബിസിനസ്സുകാരിൽ നിന്ന് എത്ര ലക്ഷങ്ങളാണ് വാങ്ങിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ചോദ്യം തിരിച്ചു വീഴുന്നത് അവിടെയാണ്. അപ്പോൾ ഇപ്പോഴും ജി സുധാകരൻ ഈ പറയുന്ന പോലെ പാർട്ടിയിൽ നിന്ന് അവഗണനകൾ സഹിച്ച്, പാർട്ടിയിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പാർട്ടിയിൽ തുടർന്നിരുന്നുവെങ്കിൽ ഈ ചോദ്യം ഉന്നയിക്കപ്പെടില്ലായിരുന്നോ? ഇല്ലായിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേടിയത് ലക്ഷങ്ങളോ ലക്ഷം കോടികളോ ആയാൽ പോലും അതിനൊരു പ്രശ്നവുമില്ല. നിങ്ങൾ പാർട്ടി വിടുമ്പോൾ മാത്രമേ ഇത് പ്രശ്നമാകുന്നുള്ളൂ. പാർട്ടി വിട്ടത് കൊണ്ട് മാത്രമല്ലല്ലോ, അദ്ദേഹം ആ ഒരു തിരഞ്ഞെടുപ്പിൽ, ഇപ്പൊ ഈ പുതിയ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആ ഒരു അമ്പലപ്പുഴയിൽ തന്നെ MLA അല്ലെങ്കിൽ ജനപ്രതിനിധിയായി ജയിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു കണക്ക് കുത്തിപ്പൊക്കുന്ന സാഹചര്യം ഉണ്ടായത്.
അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്ന പോലെ എവിടെ തോറ്റിരുന്നു എങ്കിൽ ഈ പറഞ്ഞ കണക്ക് ചോദിക്കാൻ ആരും വരില്ലായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ സഖാക്കളുടെ വിചാരം എന്ന് പറയുന്നത് ജി സുധാകരൻ തോക്കും, ജി സുധാകരൻ ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. ആലപ്പുഴ ജില്ലയിലെ സഖാക്കളൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അദ്ദേഹം ഈ വയസ്സാം കാലത്ത് കുറെ ധാർഷ്ട്യം കാണിക്കുന്നു, പിടിവാശി കാണിക്കുന്നു, അതിന് പാർട്ടി കൂടെ നിൽക്കാത്തത് കൊണ്ടാണ് UDF-ലോട്ട് വരുന്നത്, ഇയാൾ ജയിക്കാനൊന്നും പോകുന്നില്ല, എന്തോ ആലപ്പുഴയുടെ മണ്ണ് ചുവപ്പ് മണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജി സുധാകരൻ എന്തൊരു മികച്ച വിജയം നേടിയാണ് അവിടെ നിന്ന് MLA ആയി ഇപ്പോൾ നിയമസഭയിൽ ഇരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അത് മാത്രമല്ല, അപ്പോൾ ഈ ഇസ്ലാം ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞ് നോക്കണം. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഇതുപോലെ നിയമസഭയിൽ അങ്ങ് എത്തിയത് ഇത് ആര് പിന്നിലുണ്ടായിരുന്നത് കൊണ്ടാണെന്ന്. ഈ ജി സുധാകരന്റെ കൂടെയുള്ള ഒരു പ്രചരണവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ച് വാക്ചാതുര്യമുള്ള പ്രസംഗവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കഠിന പ്രയത്നവും കൊണ്ടല്ലേ ഒരു 5 വർഷം നിങ്ങൾ ഈ ഒരു നിയമസഭയ്ക്കകത്ത് കണ്ടത്. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തെ തള്ളി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പിണറായിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ല, അങ്ങനെ ആ ഒരു തലത്തിലുള്ള ധാർഷ്ട്യം കാണിച്ചതുകൊണ്ട് മാത്രം ഇപ്പോൾ അങ്ങ് തോറ്റ് അമ്പലപ്പുഴയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രമായി ഒതുങ്ങുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും നല്ല രീതിയിൽ കേരളത്തിൽ മുഴുവൻ അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടേണ്ട നേതാവാണ് സലാം. അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് യാതൊരുവിധ ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നും ഉള്ള ഒരാളല്ലേ. എനിക്ക് അദ്ദേഹത്തിന് CPM-നോടുള്ള ആ ഒരു സമയത്ത് പോലും എനിക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള ചില എന്താ പറയുക, ഒരു ലോജിക്ക് ഇല്ലാത്ത ഓരോ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രസ്താവനകളുമാണ് അദ്ദേഹത്തിനോടുള്ള വില തീരെ ഇടിച്ചു കളയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ജി സുധാകരനോട് ആലപ്പുഴയിലെ സഖാക്കൾക്ക്, ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്ന സഖാക്കൾക്ക് ഈ പറഞ്ഞ ഗ്രഡ്ജ് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇത്രയും അവഗണനയൊക്കെ സഹിച്ച് ഞങ്ങൾ നിൽക്കുന്നില്ല, അദ്ദേഹത്തിനും കൂടെ നിന്നൂടായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ടല്ലോ. ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും അതിനെപ്പറ്റി MV ഗോവിന്ദന്റെ ഒരു പ്രതികരണമുണ്ട് ചിരിച്ചുകൊണ്ട്. ആ ചിരി എന്നെ വേദനിപ്പിച്ചു എന്ന് പിന്നീട് ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും അവഗണനകൾ സഹിച്ച് ഇനി സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും വേദനിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു വ്യക്തിയെ വീണ്ടും ഇത്തരം പരാമർശങ്ങളുമായി വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ട, ഈ പറഞ്ഞ സലാം ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കേണ്ടത് ബേസിക്കലി CPM-ന്റെ പ്രശ്നം എന്താണ്? പാർട്ടിക്കുള്ളിൽ സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. പാർട്ടിക്കുള്ളിൽ ചിലപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ ഈ പറഞ്ഞ പാർട്ടി നേതൃത്വത്തിനുള്ളിൽ 2021 തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ ഇത്രയും ഫണ്ട് ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ അദ്ദേഹം ഇതെല്ലാം തട്ടിയെടുത്തോണ്ട് പോയി എന്നല്ല പറയുന്നത്, ഈ പണം എവിടെ, ഇതിന്റെ കണക്ക് എവിടെ, ഇത് കറക്റ്റ് ആണോ എന്നുള്ളൊരു തോട്ട് പലർക്കും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ജി സുധാകരൻ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, അത് സലാമിന്റെ കയ്യിലേക്കല്ല കൊടുക്കേണ്ടത്, അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടല്ലോ, ആ ഒരു തിരഞ്ഞെടുപ്പ് സമയത്തുള്ള ആ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അതിലേക്കാണ്, അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫണ്ട് അതിലേക്കാണ് പോകേണ്ടത്, അല്ലാതെ ഒരു വ്യക്തിയുടെ പോക്കറ്റിലേക്കല്ല. ഈ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു ഫണ്ട് എത്തേണ്ടത് ഈ ഒരു കമ്മിറ്റിയിലേക്കാണ്. അങ്ങോട്ട് അദ്ദേഹം പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു നയാ പൈസ ബാക്കിയില്ലാതെ അടച്ചിട്ടുമുണ്ട്, അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതെ, ഇപ്പൊ ജി സുധാകരൻ ഇത് എടുത്തോണ്ട് പോയി എന്നല്ല ഞാൻ വീണ്ടും പറയുന്നത്. ഇപ്പൊ സലാമിന് അന്ന് മുതൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് ഇത് അറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ പാർട്ടിയിൽ ഇത് ചോദ്യം ചെയ്യണമായിരുന്നു. എന്ന് 2021 മുതൽ 2026 അദ്ദേഹം പാർട്ടി വിട്ട് പോകുന്നത് വരെ ഇതിനുള്ള കാലാവധി ഉണ്ടായിരുന്നു. അന്നത് ചെയ്തിരുന്നുവെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സ്പേസ് എങ്കിലും അവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ പാർട്ടിക്കുള്ളിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം ഉണ്ടാകണ്ടേ, അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടാകണ്ടേ? ഇല്ല. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം ഇനി ചോദിക്കാം, ഇനി ആർക്ക് വേണമെങ്കിലും കൊട്ടാവുന്ന ചെണ്ടയാണല്ലോ എന്നൊരു തോട്ട് ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് CPM-ന്റെ പ്രശ്നം എന്ന് പറയുന്നത്. പാർട്ടിക്കുള്ളിൽ തീർക്കേണ്ട പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ തീരുന്നില്ല, അവിടെ തീർക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് ഈ CPM എന്നുള്ള പാർട്ടിയുടെ ആ ഒരു ശൈലി പ്രസക്തമാവുന്നത്. കാരണം ഒരു എന്താ പറയുക, ഒരു കേഡർ പാർട്ടി പോലെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിലുള്ള തട്ടുകളുള്ള ഈ ഒരു പാർട്ടിയിൽ ഒരാൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. അതിന് പല കടമ്പകളോ അല്ലെങ്കിൽ പല പ്രൊസീജിയറോ കടന്നു വേണം ഈ ഒരു ആശയവിനിമയം നടത്താൻ. ഈ ഒരു ആശയവിനിമയമാണ് ഇതുപോലുള്ള സഖാക്കൾക്കുള്ളിൽ ഈ ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ അകൽച്ചയോ ഉണ്ടാകാൻ കാരണം. അത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വിഴിഞ്ഞം വിഷയത്തിൽ ഇതുപോലെ സഖാക്കൾക്ക് തമ്മിലുണ്ടാകുന്ന അഭിപ്രായ ഭിന്നത.